وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت. يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. പ്രിയപ്പെട്ട സനാബിൽ കുടുംബത്തിലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണേ എന്ന് ഏവരോടുമേറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമളാൻ നാളെ സ്വർഗത്തിലേക്ക് മുതൽക്കൂട്ടാക്കുന്ന റമളാനാക്കി മാറ്റുമാറാവട്ടെ. നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹു പൂർണ്ണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് റഹ്മത്ത് നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വേദനകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന്, കടങ്ങളിൽ നിന്ന് അള്ളാഹു തആല നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 82-ാമത്തെ സൂറത്തുൽ ഇൻഫിത്വാർ, അതിൻ്റെ പഠനം ഇൻഷാ അല്ലാഹ് നാം ആരംഭിക്കുകയാണ്. 82-ാമത്തെ സൂറത്താണല്ലോ സൂറത്തുൽ ഇൻഫിത്വാർ. സൂറത്തുൽ ഇൻഫിത്വാറിൽ ആകെ 19 ആയത്തുകളാണുള്ളത്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആയത്തിലെ ഇൻഫത്വറത്ത് എന്ന പദത്തിൽ നിന്നാണ്, അതിൻ്റെ ക്രിയാനാമമായിട്ടാണ് ഇൻഫിത്വാർ വന്നിട്ടുള്ളത്. ഇൻഫിത്വാറിൻ്റെ അർത്ഥം പൊട്ടിപ്പിളരുക എന്നാണ്. പൊട്ടിപ്പിളരുക എന്ന് പറഞ്ഞാൽ അന്ത്യനാളിൽ ആകാശം പൊട്ടിക്കുയറുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഇതിൻ്റെ തുടക്കത്തിൽ വിവരിക്കുന്നത്. അതാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഇൻഫിത്വാർ എന്ന പേര് വന്നത്. 81-ാമത്തെ അധ്യായമായ സൂറത്ത് തക്വീർ, അതിൻ്റെ ആമുഖത്തിൽ നാം പറഞ്ഞു, അതിൻ്റെ ശ്രേഷ്ഠതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ സറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമത്തി കഅന്നഹു റഅയു ഐനിൻ. ആർക്കെങ്കിലും പരലോക ദിനം കണ്ണിൽ കാണുന്നത് പോലെ വീക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവൻ പാരായണം ചെയ്യാൻ പറഞ്ഞത് 3 സൂറത്തുകളാണ്. അതിലൊരു സൂറത്ത് കഴിഞ്ഞു, സൂറത്തു തക്വീർ. സൂറത്തു തക്വീറിൻ്റെ ഓരോ ആയത്തുകളിലൂടെ കടന്നുപോയപ്പോൾ നേർക്ക് നേരെ ആ പരലോക ദിനം വന്നതുപോലെ, ആ പരലോക ദിനത്തിൽ നമ്മൾ എത്തിയതുപോലെ നമുക്കൊക്കെ ബോധ്യപ്പെട്ടതാണ്. പരലോക ദിനം നേരിട്ട് കാണുന്നത് പോലെ വീക്ഷിക്കണമെന്ന ചിന്തയുള്ള ആളുകൾ പാരായണം ചെയ്യാൻ പറഞ്ഞത് ഒന്ന് സൂറത്തു തക്വീർ ആണത്, നാം പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ സൂറത്ത് ഇൻഫിത്താറാണ്, നാം പഠിക്കുന്ന ഈ സൂറത്താണ്. മറ്റൊരു സൂറത്ത് ഇനി നമുക്ക് പഠിക്കാനുള്ള സൂറത്ത് ഇൻഷിഖാഖുമാണ്. സൂറത്തുൽ ഇൻഫിത്താറിൽ പരലോകമാണ് അതിലെ പ്രതിപാദ്യ വിഷയം. ഏതായിരുന്നാലും സൂറത്തുൽ ഇൻഫിത്വാറിനും 81-ാമത്തെ അധ്യായമായ സൂറത്തു തക്വീറും വലിയ സാദൃശ്യം നമുക്ക് കാണാവുന്നതാണ്. വലിയ സാദൃശ്യമുണ്ട്. സൂറത്ത് തക്വീറിൽ നമ്മൾ മനസ്സിലാക്കി ഖിയാമത്ത് നാളിൻ്റെ കഠിന കഠോരമായ
സംഭവ വികാസങ്ങളാണ് അതിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. 1 മുതൽ 13 വരെയുള്ള ആയത്തുകളിൽ 1 മുതൽ 13 വരെയുള്ള ആയത്തുകളിൽ അന്ത്യനാളിന്റെ സംഭവ വികാസങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. എന്നാൽ സൂറത്തു ഇൻഫിതാറിന്റെയും ആരംഭം ഇതേ ശൈലിയിൽ തന്നെയാണ് അല്ലാഹു തആല പറയുന്നത്. 1 മുതൽ 4 വരെയുള്ള ആയത്തുകളിൽ അന്ത്യനാളിന്റെ ചില സംഭവങ്ങളെ വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അലിമത്ത് നഫ്സും മാ ഖദ്ദമത് വ അഖറത്, ഓരോ വ്യക്തിയും താൻ മുൻകൂട്ടി ചെയ്തു വെച്ചത് പിന്നോട്ട് മാറ്റിവെച്ചതും എന്താണ് എന്ന് കൃത്യമായി നാളെ പരലോകത്ത് നിന്ന് അറിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സൂറത്ത് തക്വീറിൽ 13 വരെയുള്ള ആയത്തുകളിൽ അന്ത്യനാളിന്റെ വിഷയങ്ങളെ പറഞ്ഞതിന് ശേഷം 14-ാമത്തെ ആയത്ത് മനസ്സിലാക്കി എന്തൊക്കെയാണ് അവൻ ചെയ്തു വെച്ചത് എന്ന് അവിടെ അവന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സൂറത്തു തക്വീറും സൂറത്തുൽ ഇൻഫിതാറും വലിയ സാമ്യത നമുക്കതിൽ കാണാൻ കഴിയും. ഏതായിരുന്നാലും അന്ത്യനാളിനെ കുറിച്ച് പറയുന്ന സൂറത്തു തക്വീർ പഠിച്ചതുപോലെ തന്നെ സൂറത്തുൽ ഇൻഫിതാറും കൃത്യമായി മനസ്സിലാക്കുക. എന്നിട്ട് ആ ലോകത്തേക്ക് കടന്നു പോകേണ്ടവരാണ്, അവിടെ നിൽക്കേണ്ടവരാണെന്ന കൃത്യമായ ബോധമുണ്ടാവുകയും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദസ് സമാഉ ഫത്വറത്, സമാ ആകാശം, ഇൻഫത്വറത് അത് പൊട്ടിപ്പിളരുമ്പോൾ, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ, അന്ത്യനാളിന്റെ അന്ന് ആകാശം എന്ത് ചെയ്യും? അത് പൊട്ടിപ്പിളരും. വഇദൽ കവാകിബുൻ തസറത്, കവാകിബ് നക്ഷത്രങ്ങൾ, ആകാശലോകത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത അനേകായിരം നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളെല്ലാം ഇൻതസറത്, ഓരോന്നും കൊഴിഞ്ഞു വീഴും, ചിന്നിച്ചിതറിയ നിലയിൽ ആ നക്ഷത്രങ്ങളെല്ലാം ഉതിർന്നു വീഴും അന്ത്യനാളിൽ. മൂന്നാമത്തേത് വഇദൽ ബിഹാറു ഫുജ്ജിറത്, ബിഹാർ സമുദ്രങ്ങൾ, ഫുജ്ജിറത്ത് അത് പൊട്ടി ഒഴുകുമ്പോൾ, വഇദൽ ബിഹാറു ഫുജ്ജിറത് സമുദ്രങ്ങൾ പൊട്ടി ഒഴുകുമ്പോ അന്ന് കടലുകൾ പൊട്ടിയൊഴുകി ഒരു അലകടലായി തീരും, എല്ലാം പൂർണ്ണമായി പൊട്ടിയൊഴുകുമ്പോൾ. അഞ്ചാമത്തേത് വഇദൽ ഖുബൂറു ബുഅ്സിറത്, വഇദൽ ഖുബൂറു ബുഅ്സിറത്. നാലാമത്തേത് അല്ലാഹു പറയുന്നു അന്ത്യനാളിൽ നടക്കുന്ന സംഭവം, വഇദൽ ഖുബൂറു, ഖുബൂർ ഖബറുകൾ, ബുഅ്സിറത് ഇളക്കി മറിക്കപ്പെടുമ്പോൾ. ഇളക്കി മറിക്കുക എന്നാണ് ബുഅ്സിറത്തിന്റെ അർത്ഥം. ഖബറുകൾ ഇളക്കി മറിക്കപ്പെടുമ്പോൾ, അന്ത്യനാളിൽ യൗമുൽ ഖിയാമയിൽ ഖബറുകളെല്ലാം ഇളക്കി മറിക്കപ്പെട്ട് അതിനുള്ളിലുള്ള മരണപ്പെട്ടവരെ മുഴുവനും ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറന്തള്ളും. എല്ലാവരെയും പുറത്തള്ളപ്പെടുകയും ചെയ്യുമ്പോ അലിമത് നഫ്സും മാ ഖദ്ദമത് വ അഖറത്, അലിമത്ത് അറിയുന്നതാണ്, നഫ്സുൻ ഓരോ ശരീരവും അറിയും, ഓരോ വ്യക്തികളും അറിയുന്നതാണ്, മാ ഖദ്ദമത് വ അഖറത് താൻ മുൻകൂട്ടി ചെയ്തു വെച്ചതും പിന്നോട്ട് മാറ്റിവെച്ചതും എന്താണെന്ന് അറിയുന്നതാണ്. ഈ സംഭവങ്ങളെല്ലാം അന്ത്യനാളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും, ഞാനും നിങ്ങളും എല്ലാവരും, ഒരാളും ഒഴിവാകാതെ എല്ലാവരും താൻ മുമ്പ് ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്, എത്ര നോമ്പ് നോറ്റു, എത്ര നിസ്കാരം നിർവഹിച്ചു, ഖുർആനുമായി എത്രമാത്രം ബന്ധമുണ്ടായിരുന്നു, എത്രമാത്രമാണ് ഖുർആൻ പഠിച്ചത്, അത് പാരായണം ചെയ്തത്, പഠിച്ചതിനനുസരിച്ച് കൊണ്ട് കർമ്മങ്ങൾ എത്രയാണ് ചെയ്തത്, എത്രയാ ദിക്റുകൾ ചൊല്ലിയത്, എത്ര സ്വലാത്തുകളാണ് ചൊല്ലിയത്, സുന്നത്ത് നിസ്കാരത്തിന് എത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, പാപങ്ങളെ എത്ര സ്വതക്ക കൊണ്ട് പരിഗണിച്ചിട്ടുണ്ട്, താൻ ചെയ്തു വെച്ച എല്ലാ പ്രവർത്തനങ്ങളും അലിമത്ത് അന്ന് എല്ലാ മനുഷ്യന്മാരും അറിയുക തന്നെ ചെയ്യും. അതുപോലെ ചെയ്യാതെ പിന്തിച്ചു വെച്ച പ്രവർത്തനങ്ങളും അറിയും. നാളെയാകാം, നാളെ ചെയ്യാം, നാളെ നന്നാകാം എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യാതെ ഉപേക്ഷിച്ചു പോയത് എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അവൻ അറിയുന്നതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അന്ത്യനാള് യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ അന്ത്യനാളിൽ വഇദൽ ഖുബൂറു ബുഅ്സിറത് എന്ന് പറഞ്ഞതിൽ ഞാനും നിങ്ങളും ഉൾപ്പെടും. നമ്മുടെ ഖബറുകളിൽ നിന്ന് നമ്മളെ പുറന്തള്ളി പുറത്തേക്ക് കൊണ്ടുവരും. ആ ഖബറുകളിൽ നിന്ന് റഹ്മാനായ റബ്ബിങ്കലേക്ക് നമ്മളൊക്കെ ഉളരി ചെല്ലും, അല്ലേ? അതിലൊക്കെ ഞാനും നിങ്ങളും എല്ലാം ഉണ്ടാവും.
വഹുശറൂ ലിൽ മൗഖിഫി ബൈന യദയില്ലാഹി ലിൽ ജസാഇ അലൽ അഅമാൽ. ദുനിയാവിൽ വെച്ചുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്തിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലത്തിനായി അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും ഒരുമിച്ച് കൂട്ടപ്പെടും. ഫഈനഇദി യൻകശിഫുൽ ഖിതാഅ്. അന്നേരം മൂടികൾ വെളിവാകും. വയസൂലു മാ കാന ഖഫിയ. എല്ലാ രഹസ്യങ്ങളും നീങ്ങും, അവിടെ യാതൊരു രഹസ്യങ്ങളും ഉണ്ടാവുകയില്ല. വതഅലമു കുല്ലു നഫ്സിൻ മാ മഅഹാ മിനൽ അർബാഹി വൽ ഖുസ്റാൻ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള ലാഭനഷ്ടങ്ങളെ കുറിച്ച് കൃത്യമായി അവിടെ ബോധ്യപ്പെടുകയും ചെയ്യും. ദുനിയാവിൽ നിന്ന് അള്ളാഹുവിന്റെ സ്വർഗമാകുന്ന ലാഭത്തിന് വേണ്ടി എന്തൊക്കെയാ ചെയ്തത്, ലാഭം ആർക്കാണ് ഉണ്ടാവുക, ഇനി ആർക്കൊക്കെയാണ് നഷ്ടമുണ്ടാവുക, അതും അവിടെ അറിയും. ഹുനാലിക യഉല്ലു ളാലിമു അലാ യദൈഹി ഇദാ റആ മാ ഖദ്ദമത് യദാ. ലാഭനഷ്ടങ്ങളുടെ കണക്ക് നാളെ മഹ്ശറയിൽ നിന്ന്, പരലോകത്ത് നിന്ന് അറിയുമ്പോ, ഞാൻ പ്രവർത്തനങ്ങൾ ചെയ്യാതെ പല സമയങ്ങളും ഞാൻ മാറ്റിവെച്ചല്ലോ. അന്ന് ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു, അവസരമുണ്ടായിരുന്നു. റമളാൻ എനിക്ക് വന്നു, അന്ന് എനിക്ക് കർമ്മങ്ങൾ വാരിക്കൂട്ടാമായിരുന്നു. എന്റെ സഞ്ചി എനിക്ക് വല്ലാതെ നിറക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ സ്വർഗത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയുമായിരുന്നു. അതിനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടും ഞാൻ അതിനെ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ എന്റെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാക്കിയല്ലോ എന്ന് വിചാരിച്ച്, എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് എന്റെ എന്റെ തുലാസിൽ നന്മകളുടെ കനം കുറഞ്ഞു പോയല്ലോ എന്ന് അക്രമികളാകുന്ന ആളുകൾ നാളെ പരലോകത്ത് അറിയുമ്പോ അവര് വിരൽ കടിക്കും. ആന്മാരാകുന്ന പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ എഴുതി വെക്കുകയാണ്, നാളെ പരലോകത്ത് നിന്ന് നന്മതിന്മകൾ തൂക്കപ്പെടുമ്പോ, നന്മകൾ തൂങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, സന്ദർഭമുണ്ടായിരുന്നു, ഞാൻ അന്ന് അത് ചെയ്തില്ല. ആ ചെയ്യാത്തതിന്റെ പേരിൽ എന്റെ തിന്മ ഇതാ ഇന്ന് കൂടുതൽ തൂങ്ങിയിരിക്കുന്നു. എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം ഇതാ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കാണുമ്പോ, അറിയുമ്പോ അവൻ വിരൽ കടിക്കുന്നതാണ്. وهنالك يفوز المتقون المقدمون لصالح الأعمال بالفوز العظيم. എന്നാൽ നന്മകൾ ചെയ്തു വെച്ച ആളുകൾ, നന്മകൾ ധാരാളമായി വാരിക്കൂട്ടിയ ആ ആളുകൾക്ക് അവർക്ക് നരകമോചനത്താലും നിത്യസുഖങ്ങളാലും മഹത്തായ വിജയമാണ് അന്നുണ്ടാവുക. വലിയ സന്തോഷമുണ്ടാകും, അവർക്ക് വലിയ ആഹ്ലാദമുണ്ടാകും, അവർ വലിയ ഫാഹിസീങ്ങളായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹ്ശറിൽ നമ്മൾ നിൽക്കേണ്ടവരാണ്. നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും അവിടെ വെളിവാക്കപ്പെടും. അന്നൊരിക്കലും അവിടെ നിന്ന് തിരിച്ചു വന്ന് വീണ്ടും ഒന്നുകൂടെ റമളാനിൽ നോമ്പ് നോൽക്കാനുള്ള അവസരം ഉണ്ടാവില്ല. തറാവീഹ് നിസ്കരിക്കാനുള്ള, ഖുർആൻ ഓതാൻ, ഖുർആൻ പഠിക്കാൻ, ഹിഫ്ളാക്കാൻ, മനഃപ്പാഠമാക്കാൻ ഒന്നും നമുക്ക് അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് കിട്ടിയ അവസരത്തെ ഉപയോഗപ്പെടുത്തണം. അലിമത്ത് നഫ്സും മാ ഖദ്ദമത് വ അഖറത്. ഓരോ വ്യക്തിയും താൻ മുൻകൂട്ടി ചെയ്തു വെച്ചത് എന്തൊക്കെയാണ്, ചെയ്യാതെ മാറ്റിവെച്ചത് എന്തൊക്കെയാണ് എന്ന് നാളെ പരലോകത്ത് നിന്ന് അറിയും എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ദിവസത്തിന് വേണ്ടി അല്ലാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, വിശിഷ്യായി റമളാനിന്റെ സെക്കൻഡുകളെ, മിനിറ്റുകളെ, ദിവസങ്ങൾ വല്ലാത്ത സ്പീഡിൽ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗത്തിന് വേണ്ടി നന്മകൾ വാരിക്കൂട്ടാൻ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് അല്ലാഹു തആല പറയുന്നത് നോക്ക്. 4 ആയത്തുകളിൽ അന്ത്യനാളിന്റെ ഭയാനകത വിശദീകരിച്ചു തന്നു. 5-ാമത്തെ ആയത്തിൽ എല്ലാം നിങ്ങൾ അറിയും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് കൃത്യമായി കാണും, അത് അനുഭവിക്കുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി. തുടർന്ന് റഹ്മാനായിരിക്കുന്ന റബ്ബ് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടും അള്ളാഹുവിനെ അനുസരിക്കാതെ ആ റബ്ബിന്റെ കോപത്തിനും ശാപത്തിനും കാരണമായി തീരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടുകയും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോടുള്ള കടമകളിൽ കുറവ് വരുത്തുകയും അള്ളാഹുവിനോടുള്ള ബന്ധവും ബാധ്യതകളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു തആല പറയാം, നമ്മെ ആക്ഷേപിച്ചുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടും നന്മകൾ ചെയ്യാൻ അവസരമുണ്ടായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താതെ, ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാത്ത, ഖുർആൻ എഴുതാനും പരീക്ഷ എഴുതാനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും അവസരങ്ങൾ ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാത്ത മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാ, യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യരെ
മാ ഗറക ബിറബ്ബിക്കൽ കരീം. ഉദാരനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? മാ ഗറക, നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? ബിറബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ. എങ്ങനെയുള്ള രക്ഷിതാവ്? അൽ കരീം, ഏറ്റവും ഉദാരനാണ്. ആ ഉദാരനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടും ആ റബ്ബിലേക്ക് അടുക്കാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിട്ടും അതിനെയൊന്നും ഉപയോഗപ്പെടുത്താതെ നിന്നെ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ് മനുഷ്യ? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക്. അല്ലദീ, എങ്ങനെയുള്ള റാദനാണ്, എങ്ങനെയുള്ള റബ്ബാണ്? ഖലഖ, സൃഷ്ടിച്ചിരിക്കുന്നു, നിന്നെ സൃഷ്ടിച്ചു. ഫസവ്വാക ഫഅദലക, നിന്നെ കൃത്യമായി സംവിധാനിക്കുകയും, ഫഅദലക, നിന്നെ ശരിയായ അവസ്ഥയിലാക്കുകയും ചെയ്തവനല്ലേ അവൻ. അല്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അതേ പ്രകാരം നിന്നെ കൃത്യമായി സംവിധാനിച്ചിട്ടുള്ളത്, നിനക്ക് ഓരോ അവസരങ്ങളിലും, ഗർഭാശയത്തിലാണെങ്കിൽ അവിടെ ആ അവസരത്തിൽ നിനക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. എല്ലാം നിനക്ക് ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക്, താൻ ഉദ്ദേശിച്ച രൂപത്തിൽ നിന്നെ സംഘടിപ്പിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ശൂന്യതയിൽ നിന്നാണ് മനുഷ്യ നിന്നെ സൃഷ്ടിച്ചത്. ശൂന്യതയിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലായ്മയിൽ നിന്ന്, എന്താണെന്ന് പോലും പറയപ്പെടാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്. എല്ലാ അവയവങ്ങളും കൃത്യമായി നമുക്ക് തന്നത് അല്ലാഹുവാണ്. ഓരോ അവയവങ്ങളും വെക്കേണ്ടിടത്ത് അല്ലാഹു തആല സംവിധാനിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ഈ അവയവങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ, നമ്മുടെ കണ്ണ് വെക്കേണ്ട സ്ഥലത്ത് വേറെ ഏതെങ്കിലും ഒരു അവയവമായിരുന്നുവെങ്കിൽ, നമ്മുടെ കണ്ണ് മുൻഭാഗത്തുള്ളത് അത് പിരടിയിലേക്ക് പിന്നോട്ടായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് ഓരോ അവയവങ്ങളും എവിടെയാണോ വെക്കേണ്ടത് ആ സ്ഥലങ്ങളിൽ തന്നെ കൃത്യമായ നിലയിൽ സംവിധാനിച്ചു. ഏറ്റവും നല്ല സുന്ദരന്മാരായി സുന്ദരികളായി അല്ലാഹു തആല നമുക്ക് രൂപം നൽകി. അങ്ങനെയെല്ലാം ചെയ്തിട്ടും, ഇതെല്ലാം ഔദാര്യമായി ചെയ്തു തന്നിട്ടും റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകളോട് എങ്ങനെയാ മനുഷ്യ നിനക്ക് പുറംതിരിഞ്ഞു നിൽക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് റബ്ബിന്റെ കൽപ്പനകളോട് നിനക്ക് എതിരാകാൻ കഴിയുന്നത്? എങ്ങനെയാണ് റബ്ബിന്റെ കൽപ്പനകളോട് എതിരാകാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് മനുഷ്യ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മോട് ചോദിക്കുന്നത്. അള്ളാഹുവിനോടുള്ള കടമകൾ നിസാരമാക്കരുതേ മനുഷ്യരെ. അള്ളാഹുവിന്റെ ശിക്ഷകൾക്ക്, ആ ശിക്ഷകളെ അതിനെ ഗൗരവത്തിലെടുക്കാതെ, അതിനെ വിലവെക്കാതെ നിങ്ങൾ ജീവിക്കരുതേ മനുഷ്യരെ. അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളായി തീരരുതേ മനുഷ്യരെ എന്ന കൃത്യമായ താക്കീതുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റഹ്മാനായ റബ്ബിന് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകിയ ആ റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുക എന്നത് മനുഷ്യ ഒരിക്കലും നിനക്ക് യോജിച്ചതല്ല. എല്ലാ നിഅമത്തുകളും നിനക്ക് റബ്ബ് തആല ചെയ്തു തന്നിട്ട് ആ നിഅമത്തുകൾക്ക് നന്ദികേട് കാണിക്കുക എന്നത് മനുഷ്യ, ഇതൊക്കെ ചെയ്തു തന്ന റബ്ബിനോട് നന്ദികേട് കാണിക്കുക എന്നത് നിനക്കൊരിക്കലും യോജിച്ചതല്ല. നിനക്ക് ഉപകാരം ചെയ്തവന്റെ ഉപകാരങ്ങളെ നിഷേധിക്കുക എന്നത് നിനക്ക് പറ്റിയ പണിയാണോ മനുഷ്യ? എന്തെല്ലാം ഉപകാരങ്ങളാണ് റബ്ബ് തആല ചെയ്തു തന്നത്, എന്നിട്ട് ആ ഉപകാരങ്ങളെ മുഴുവനും നിഷേധിച്ച് നടക്കുക എന്നത് നിനക്ക് പറ്റിയതല്ല. ഇതെല്ലാം നിന്റെ അറിവില്ലായ്മയുടെയും നിന്റെ അക്രമത്തിന്റെയും നിന്റെ ധിക്കാരത്തിന്റെയും സ്വഭാവങ്ങളിൽ നിന്നാണ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് എല്ലാം നൽകിയിട്ടുള്ള ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച് നമുക്ക് എല്ലാ അവയവങ്ങളും എല്ലാം ശരിപ്പെടുത്തി തന്ന റഹ്മാനായ റബ്ബിന് നന്ദിയുള്ള അടിമകളായി തീരണം. നാളെ പരലോകത്ത് എത്തേണ്ടവരാണെന്നും ആ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണെന്നും ഇവിടെ ചെയ്തിട്ടുള്ള നന്മകളും തിന്മകളും നാളെ അവിടെ കൃത്യമായി കാണുകയും നന്മകൾക്കനുസൃതമായി സ്വർഗവും തിന്മകളാണ് വർദ്ധിപ്പിച്ചതെങ്കിൽ നരകവുമായിരിക്കും നമ്മുടെ പാർപ്പിടമെന്ന കൃത്യമായ ബോധ്യപ്പെടുത്തലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് നൽകുകയാണ്.
നൽകുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടവും അവന്റെ പൊരുത്തവും അവന്റെ സ്നേഹവും നേടിയെടുക്കുവാൻ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ അവസരങ്ങളെയും കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതിന് അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമളാനിലുള്ള കർമ്മങ്ങൾ മുഴുവനും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെ റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന യഥാർത്ഥ സ്വാഇമീങ്ങളിൽ, യഥാർത്ഥ ഖായിമീങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.